ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര റോഡ് മാർഗം അബുദാബി ദുബൈ. ആദ്യമായിട്ടാണ് സൗദി അറേബ്യയിൽ നിന്ന് റിയാദിൽ നിന്നും റോഡ് മാർഗം ദുബൈക്ക് പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. റോഡും അതിൻ്റെ യാത്രയൊക്കെ എങ്ങനെ ഇരിക്കുമെന്നൊക്കെ അറിയാനുണ്ട്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളോട് 2-3 ഫാമിലി ഉണ്ട്. 2 വണ്ടിയിലായിട്ടാണ് യാത്ര. മുന്നിൽ പോകുന്ന ആ ലാൻഡ് ക്രൂസർ വണ്ടിയും പുറകിൽ നമ്മുടെ വണ്ടിയും. അങ്ങനെ ഏതാണ്ട് 1100 കിലോമീറ്ററാണ് യാത്ര ദൈർഘ്യം. നിയർ അബൌട്ട് 7 to 8 hours നമ്മൾ അവിടെ എത്താനെടുക്കുന്ന സമയം. നമ്മൾ റിയാദ് വിട്ട് കഴിഞ്ഞാൽ ഹൈവേയിൽ നമുക്ക് കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് ഇതുപോലെ തുറസ്സായ മരുഭൂമികൾ മാത്രമാണ്. വേറെ കാര്യമായ രീതിയിലുള്ള വലിയ കാഴ്ചകളൊന്നും നമുക്ക് കാണാനില്ല. എന്നാലും ഈ ഒരു മരുഭൂമിയുടെ കാഴ്ച ഒരു യാത്രയിൽ അതും ഒരു രസകരമായ കാര്യമാണ്. ഇങ്ങനെ തുറന്ന മരുഭൂമി, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടകങ്ങളെയൊക്കെ കാണാം. പിന്നെ കുറച്ച് പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന സംഭവങ്ങളൊക്കെ കാണാം എന്നല്ലാതെ വേറെ ഒന്നും ഈ ഒരു വഴിയിൽ നമുക്ക് കാണാൻ ഉണ്ടായില്ല. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഖത്തർ, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ പോകുന്നത് UAE, ദുബൈ, അബുദാബി, ആ റൂട്ടാണിത്. നമ്മളങ്ങനെ അബുദാബി ഹൈവേയിൽ കയറി. അവിടെയും ഈ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ഈ മരുഭൂമിയിലെ കാഴ്ചകളെന്ന് പറഞ്ഞ് ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. നീണ്ടു നിവർന്ന് കിടക്കുന്ന ഹൈവേ കൂടെ നമുക്കിങ്ങനെ പോകാം. ഒരു 120-130 ആ റേഞ്ചിലാണ് സ്പീഡ്. ഓരോ 2 കിലോമീറ്റർ ഇടവിട്ടും ക്യാമറകൾ ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഇതുവഴിയൊക്കെ ഡ്രൈവ് ചെയ്യാൻ. കാരണം പെനാൽറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഓവർ സ്പീഡിങ്ങിന്. പോർട്ടിൻ്റെ അവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് ക്രോസ് ചെയ്തിട്ട് വേണം UAEയിലോട്ട് കടക്കാൻ. നമ്മളങ്ങനെ റീഎൻട്രി കഴിഞ്ഞ് അടുത്ത സെക്ഷനിലോട്ട് പോവാം. എക്സിറ്റ് ചെയ്തു. ഇനി നമ്മൾ ദുബൈയുടെ സെക്ഷനിലോട്ട് പോവുകയാണ്. ആ സ്ഥലമാണിത്, UAE. ഓക്കെ, അങ്ങനെ നമ്മൾ വിസ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു. ഇവിടെ വന്നു. ഇപ്പം തിരികെ നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ്. ഹലോ ഗൈസ്, നമ്മൾ ഓൾറെഡി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ മണ്ണിൽ കാലുകുത്തി. സൗദി അറേബ്യ ദുബൈ ഹൈവേ 120 ആയിരുന്നു സ്പീഡെങ്കിൽ ഇവിടെ 160 കിലോമീറ്ററാണ് മാക്സിമം സ്പീഡ്. 4 വരിയിൽ അതിമനോഹരമായ റോഡാണ് ഒരു പണിതിട്ടിരിക്കുന്നത്. 160 കിലോമീറ്റർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയുടെ അത്യാവശ്യം നല്ല സ്പീഡാണ്. അപ്പോൾ നമുക്ക് ഡ്രൈവ് എൻജോയ് ചെയ്യാനും ആ സ്പീഡ് എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയ റോഡാണിത്. ഭയങ്കര കാറ്റുമുണ്ട്. അതുപോലെ ഇതിങ്ങനെ ഒന്നുമില്ല 2 സൈഡിൽ. ഇതുപോലെ മരുഭൂമി മാത്രം കാണാം. കൂട്ടത്തിലുള്ള വണ്ടി ഫ്രണ്ടിൽ പോകുന്നത്. സൗദി ബോർഡർ കഴിഞ്ഞിട്ട് 350ഓളം കിലോമീറ്റർ ഉണ്ട് അബുദാബി. അത്യാവശ്യം 3 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. കുറച്ചു ദൂരം ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ കാണാം നമുക്ക് ഇവിടെ ഹൗസിംഗ് കോംപ്ലക്സുകളും ഇതൊക്കെ കാണാം. നമുക്കിതാ ക്യാമറ നിൽക്കുന്നുണ്ട്. 160 ആയതുകൊണ്ട് പിന്നെ പേടിക്കണ്ട. നമ്മളിവിടെ അഡ്നോക്ക് എന്ന് പറഞ്ഞൊരു പെട്രോൾ സ്റ്റേഷനിൽ കയറിയിട്ട് ഇതാ SFC KFCയുടെ അനിയൻ അവിടെ കയറി ചെറിയതായിട്ട് ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ച് നമ്മൾ ഹോട്ടലിലെത്തുമ്പോൾ ഒരു 5 മണി 4 മണി ആകുമായിരിക്കും. കാര്യം ഇനിയുണ്ട് ഒരു 150 കിലോമീറ്റർ. നമ്മൾ അങ്ങനെ ഇവിടെ ഭക്ഷണം കഴിച്ച് വെറും തല്ലിപ്പൊളി ഭക്ഷണമായിരുന്നു. 5 പൈസ കൊള്ളാത്ത ഭക്ഷണം. SFC പ്ലസ് ഇവന്മാർ എങ്ങനെയാണോ ഫുഡ് ഉണ്ടാക്കുന്നത്. അബുദാബിയിൽ കയറിയിട്ട് ആദ്യത്തെ ഒരു ലഞ്ച് കഴിച്ചതാണ്. അത് അൾട്രാ ഫ്ലോപ്പായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഹോട്ടലിലോട്ടാണ്. ഇതാണ് നമ്മുടെ വണ്ടി. നമ്മൾ നമ്മുടെ ഹോട്ടലിൻ്റെ മുമ്പിലെത്തി. സമയം 5 മണിയായി. നമ്മുടെ ആ ഒരു കണക്കൂട്ടൽ പ്രകാരം തന്നെ വണ്ടി മാക്സിമം സ്പീഡ് എടുത്ത് ഇവിടെ എത്തി.
ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ റൊട്ടാന അൽമഹാർജാൻ. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇവിടെയാണ് നമ്മൾ ഇന്ന് നൈറ്റ് സ്റ്റേ ചെയ്യുന്നത്. നാളെ ഇവിടുന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ ദുബൈക്ക് പോകും. ദുബൈയിലെ ലോക്കൽ സ്ട്രീറ്റാണ് ഇതൊക്കെ, ഈ കാണുന്നതൊക്കെ. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ഈ കാണുന്ന റൊട്ടാനയാണ്. റൊട്ടാന റൈഹാൻ ബൈ റൊട്ടാന റൈഹാൻ. റൈഹാൻ അല്ല, അൽമഹാൻ അർജാൻ. ഇതിലാണ് താമസിക്കുന്നത്, ഇതിൻ്റെ 9ാമത്തെ ഫ്ലോറിൽ. ഇതൊരു ഡൗൺ ടൗൺ പോലത്തെ ഒരു സ്ഥലമാണ്. ഇവിടെ മോസ്റ്റ്ലി കാണാൻ സാധിക്കുന്ന ഇന്ത്യക്കാരിൽ മലയാളികളും പിന്നെ ഫിലിപ്പിനോസൊക്കെയാണ് കൂടുതലും ഫോറിനേഴ്സായിട്ട് കാണുന്നത്. ഇവിടുന്ന് ഒന്ന് നമുക്ക് ദുബായിലോ അല്ലൈന് 22 അതെനിക്ക് തോന്നുന്നത് ഹൈവേയുടെ വല്ലതും ആണെന്ന് തോന്നുന്നു നമ്പർ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് വെളിയിലോട്ട് ഇറങ്ങി. ഇനി ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാം. നമ്മൾ ഈ സൂക്കിക്കൂടൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ഗൾഫ് കൺട്രികളിലെയും പോലെ തന്നെ ഏതാണ്ട് അതേ ലുക്കും അതേ സ്റ്റൈലും ഉള്ള കുറേ കടകൾ. മലയാളികളാണ് കൂടുതലും. ക്ലൈമറ്റ് അബുദാബിയിൽ വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ്. ഒരു 28 ഡിഗ്രി ആ റേഞ്ചിലാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അത്യാവശ്യം ഒരു ചെറിയ ഇളം കാറ്റും തണുപ്പുമൊക്കെ ഉണ്ട് ഈ സമയത്ത്. അതുപോലെ ഇവിടെ കാണാനുള്ളത് പറഞ്ഞാൽ ഗ്രാൻഡ് മോസ്ക്, പിന്നെ ടെമ്പിള്, അതുപോലെ മ്യൂസിയം, അതൊക്കെയാണ് ഇവിടെ കാണാൻ ഉള്ളത്. പിന്നെ സിറ്റിയൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണാം. അത്രയൊക്കെ ഉള്ളൂ അബുദാബിയിൽ വന്നാൽ കാണാൻ. എന്തായാലും നമ്മൾ 1 ഡേയും 1 നൈറ്റുമേ ഉള്ളായിരുന്നു ഇവിടെ. അപ്പം ഇന്നിപ്പം നാളെ ഒരു ഡേ ഉണ്ട്, ഇന്നിപ്പോൾ ഈ നൈറ്റുണ്ട്. കാണാൻ പറ്റുന്നതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ദുബൈയിലോട്ട് പോകും. അതുപോലെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫെറാറി വേൾഡും ഉണ്ട് ഇവിടെ കാണാൻ. നമ്മൾ സൗദിയിൽ നിന്ന് വന്ന എല്ലാ ഫാമിലി എല്ലാവരും ചേർന്നിട്ട് നമ്മളിപ്പോൾ ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്നു. നമ്മളിപ്പോൾ ആ റെസ്റ്റോറൻറ്റിലെത്തി. നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഉണ്ട് ഇപ്പം ഈ ഒരു ഡിന്നറിന്. ഇന്ന് നമ്മളിപ്പം അബുദാബിയിൽ നിന്ന് പിരിഞ്ഞാൽ ഇനിയിപ്പം ദുബൈയിൽ എല്ലാവരും വെവ്വേറെ ഓരോരോ ഫ്രണ്ട്സിൻ്റെ അടുത്തും റിലേറ്റീവ്സിൻ്റെ അടുത്തും ഒക്കെ ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെ ഇന്നിപ്പം നമ്മൾ ഡിന്നർ ഒരുമിച്ച് കഴിക്കാനായിരുന്നു പ്ലാൻ. ഡിന്നറെല്ലാം കഴിച്ച് നമ്മളിതായിപ്പം അബുദാബിയിലെ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കുന്നു. നമ്മളങ്ങനെ റൊട്ടാനിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുവാണ്. രാവിലെ 9:30 മണി. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി നേരെ അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ നിന്ന് ഗ്രാൻഡ് മോസ്ക് കാണാൻ പോകണം. ഇന്ന് അബുദാബിയിലുണ്ട്. നമ്മളങ്ങനെ അബുദാബി ടൗണിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു. നമ്മുടെ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് ടെമ്പിൾ വിസിറ്റാണ്. അതിനുശേഷം നമ്മൾ അടുത്ത ഭാഗത്തോട്ട് പോകണം ലഞ്ച് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ എന്തായാലും ടെമ്പിൾ വിസിറ്റ് ചെയ്യാനുള്ള ആ ഒരു യാത്രയിലാണ്. ഇവിടെ കാണാൻ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് യാസ് ഐലൻഡ്. അബുദാബിയിൽ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇവർ ഓരോ പ്രോജക്റ്റുകളും അതുപോലെ തന്നെ ഇവിടുത്തെ ഡെവലപ്മെൻറ്റ്സ് എല്ലാം ഓരോ ഐലൻഡിൻ്റെ പേരിലാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഒന്നുമില്ലാതെ കിടന്ന തരിച്ച് മരുഭൂമിയാണ് അവരിങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്. അബുദാബി സിറ്റിയിലെ റോഡുകളെ പറ്റി നമ്മൾ എടുത്തു പറയണം. വളരെ അടിപൊളി റോഡുകളാണ്. 4 വരി അതിമനോഹരമായ രീതിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർ വണ്ടി ഓടിക്കുന്നതും വളരെ ശ്രദ്ധിച്ചും വളരെ പെർഫെക്റ്റായിട്ടുമാണ് വണ്ടി ഓടിക്കുന്നത്. ദുബൈയിലും അങ്ങനെ തന്നെയാണ്. മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇവർ ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു ട്രാഫിക് നിയമങ്ങളും കാര്യങ്ങളൊക്കെ പാലിച്ച് കറക്റ്റായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരു ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുവഴി നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും പല പല ഭാഗങ്ങളിലായിട്ട് ഓരോ പ്രോജക്റ്റുകൾ. ഇപ്പോൾ ഈ കാണുന്നത് ഒരു ഐലൻഡിൻ്റെ ഒരു പേരൊക്കെ വെച്ചിട്ട് ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ഈ ഏരിയ നാളെ ഡെവലപ്പ് ചെയ്തിട്ട് ഭയങ്കര ഒരു
ഈ യാസ് ഐലൻഡ് പോലൊക്കെ വരും. ഇത് യാസ് ഐലൻഡാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും ഫെറാരി വേൾഡിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ. ഈ ഭാഗത്തൂടെ നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫെറാരി വേൾഡിലെത്താം. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പോൾ ടെമ്പിൾ ലക്ഷ്യമാക്കിയാണ്. പറ്റിയ സമയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വന്നിട്ട് പറ്റിയാൽ ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം. കാര്യം ഫെറാരി വേൾഡിലൊക്കെ കയറണമെങ്കിൽ കുട്ടികളൊക്കെ വേണം, ഇല്ലല്ലേ? അതുപോലത്തെ ഈ അഡ്വഞ്ചറസ് ഡ്രൈവും അഡ്വഞ്ചറസ് കളികളും ഒക്കെ കളിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉള്ളവരായിരിക്കണം. മനോഹരമായ റോഡ്. ഈ റോഡിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫെറാറി വേൾഡിൽ ചെല്ലാം. അമ്പലത്തിൽ പോയിട്ട് തിരികെ വന്നിട്ട് നമുക്ക് പോവാം. ഇവിടെ 80 അത് ട്രക്കിനല്ലേ. കാണാൻ രസമുള്ളൊരു മോസ്ക്. നമുക്ക് അവിടെ നിന്ന് കാണാം അമ്പലം. ആ കാണുന്ന അമ്പലത്തിൻ്റെ ഗോപുരമാണ്. ബാബ്സ് ഹിന്ദു ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പാർക്കിംഗ് ആണ് ഈ കാണുന്നത്. അബുദാബിയിലെ ടെമ്പിളിൻ്റെ പാർക്കിംഗ് സോണിലെത്തി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല രാവിലെ 10 മണിക്ക് ഇത്രമാത്രം ജനക്കൂട്ടം ഇവിടെ കാണുമെന്ന്. അബുദാബിയിൽ ഇത്രയും ജനമോ? അതായത് പാർക്കിംഗ് ഓൾമോസ്റ്റ് ഫുള്ളാണ് ഈ ഏരിയ മുഴുവൻ. ബസ്സിലൊക്കെ ആൾക്കാർ വന്നിട്ട് ഇഷ്ടംപോലെ ഗ്രൂപ്പായിട്ട് വന്നിട്ട് ടെമ്പിൾ വിസിറ്റിന് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പം വന്നിട്ടേ ഇരിക്കുകയാണ്. ഇതൊക്കെ ഓരോ ക്യാമ്പിൽ നിന്നൊക്കെ വരുന്നവരായിരിക്കും. ദുബൈയിൽ നിന്നും അബുദാബിയിൽ നിന്നും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും ഇതെല്ലാം. ഭയങ്കര തിരക്ക്. എനിക്ക് തോന്നുന്നു അകത്ത് ചെന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ 1-2 മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു. മൊത്തം ഫുൾ തിരക്കാണ്. ഇവിടുന്ന് ഇങ്ങനെ കാണാം, മൊത്തം തിരക്കാണ്. ഭയങ്കര ക്യൂ നിന്ന് വേണം തോന്നുന്നു. അതൊരു ക്യൂ അങ്ങോട്ട് പോകുന്നത്. ഏതായാലും അങ്ങോട്ട് പോയി നോക്കാം. ക്യൂ കണ്ടില്ലേ? ബാബ്സ് ടെമ്പിളിലോട്ട് പോകുന്നതിൻ്റെ ക്യൂ ആണ് ഈ കാണുന്നത്. ടോയ്ലറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. എനിക്ക് വേറെ ക്യൂ ആണ്. അപ്പം നമ്മൾ അതുവഴി കറങ്ങി അതിനുള്ളിൽ കൂടെ പോകണം. ഒരുപക്ഷെ ഹോളിഡേയ്സൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്ക്. അറിയില്ല, ഭയങ്കര തിരക്കാണ്. ഇപ്പം നമ്മൾ സ്ലോട്ട് എടുത്തത് 10 മണിക്കെടുത്തതാണ്. നോക്കാം. രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് നമുക്ക് ഓൺലൈനിൽ കൂടെ തന്നെ ചെയ്തതുകൊണ്ട് നേരിട്ട് നമുക്ക് കയറിപ്പോകാം. അല്ലെങ്കിൽ ഇവിടെ രജിസ്ട്രേഷൻ ചെയ്തിട്ട് വേണം പോകാൻ. ഇവിടെ സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് വേണം കയറിപ്പോകാൻ. അത്യാവശ്യം നല്ല സൗകര്യത്തിലാണ്. അതുപോലെ കൂളിംഗ് യൂണിറ്റുകളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഗോപുരം കാണാൻ നമുക്ക് ഇവിടുന്ന്. വരുന്ന ഭക്തജനങ്ങൾക്ക് ഇങ്ങനെ വെള്ളം കൊടുത്തിട്ടേ ഇരിക്കുന്നുണ്ട്. കടന്ന് വേണം പോകാൻ. ഇവിടെ കുറേ നടക്കണം. നമ്മൾ ഫാമിലിയായിട്ട് വരുന്നവർക്ക് ഈ ഒരു റൂട്ടും, സിംഗിളായിട്ട് വന്നു കഴിഞ്ഞാൽ അത്രയും ക്യൂവിനകത്ത് നിൽക്കണം, എന്നിട്ടേ അകത്തോട്ട് പോക്ക് നടക്കൂ. അപ്പം നമ്മുടെ കൂടെ ഒരു 5-6 ആൾക്കാരുണ്ട് പുറകെ. പക്ഷെ അവരുടെ ഫാമിലി ആരും ഇല്ല. അപ്പം എന്തായാലും അവരിവിടെ കുടുങ്ങും. നമ്മൾ അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ കാണുന്നത് വസുദേവ കുടുംബകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റിംഗ് വെച്ചിട്ടൊരു ബോർഡാണ്. അമ്പലത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്ന ഗോപുരം. എത്തി സെക്യൂരിറ്റി എല്ലാം കഴിഞ്ഞ് നമ്മളിനിയിപ്പോൾ അങ്ങോട്ട് പോവാണ്. നമ്മൾ 2 ഫാമിലിയാണ് വന്നത്. ജയൻ ഇവിടെ നിൽപ്പുണ്ട്. അവർ സെക്യൂരിറ്റിക്ക് ഉള്ളിലാണ് 2 പേരും. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇപ്പം സമയം 10 മണി കഴിഞ്ഞു. പക്ഷേ വെയിലുണ്ടെങ്കിലും ഭയങ്കര ചൂടില്ല, ഓക്കെയാണ്. പക്ഷെ എന്നാലും കുട വേണം. നമ്മൾ ഇതുവഴി നടക്കാൻ ഒത്തിരി ഉണ്ടെങ്കിൽ കുട വേണം. കാരണം അല്ലെങ്കിൽ നമ്മൾ വിയർക്കും. നമ്മൾ ഇതുവഴി ഉള്ളിലോട്ട് പോവുകയാണ്. നമ്മൾ കയ്യിൽ കുട ഒരാൾ കൊണ്ടുവന്നിരുന്നതുകൊണ്ട് സന്ധ്യക്കകത്തോട്ട് കയറാൻ പറ്റിയില്ല. ആ കുട തിരിച്ചു വെക്കാൻ വേണ്ടി പോയി. ഇപ്പം
അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ 3 പേര് അകത്തോട്ട് കയറി. കാര്യം പാർക്കിംഗ് കുറേ ദൂരെ, അവിടെ കൊണ്ട് കുട വെച്ചിട്ട് ഇനി തിരിച്ച് സന്ധ്യ വന്നോളൂ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു ക്ലിനിക്കൊക്കെ ഉണ്ട്, ഫസ്റ്റ് എയ്ഡ് ക്ലിനിക്. ക്രൗഡ് കാണാം, ഒരുപക്ഷെ ഫുഡ് വല്ലതും കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എന്തോ ഫുഡ് കൊടുക്കുന്നുണ്ട്, ഉപ്പുമാവ് പോലത്തെ എന്തോ സംഭവം ഇവിടെ കൊടുക്കുന്നുണ്ട്. പ്രധാന കവാടം ഇവിടെയാണ് തുടങ്ങുന്നത്. നമ്മൾ ഷൂസ് ഇവിടെ വെക്കണം. അപ്പോൾ ഷൂസ് അവിടെ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് വേണം അമ്പലത്തിലോട്ട് പോകാൻ. ഇല്ല ചെരുപ്പൊക്കെ ഇവിടെ നമുക്ക് ഡൊണേഷൻ ചെയ്യാം. എന്തെങ്കിലും ഡൊണേഷൻ ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു പ്ലേസ് അവിടെ ഉണ്ട്. M എന്ന് പറഞ്ഞ ആ റാക്കിൽ 325-ലും 326-ലുമായിട്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുവാണ്. ഇതാണ് അമ്പലത്തിൻ്റെ ചുറ്റുപാടുമുള്ള അന്തരീക്ഷം. മനോഹരമായ അമ്പലമാണ്. ബാപ്സിൻ്റെ കീഴിലുള്ള അമ്പലമാണിത്. ഇവരുടെ തന്നെയാണ് കെനിയയിൽ ഉള്ള അമ്പലവും. പലയിടത്തും ഉണ്ട് ഇവർക്ക് അമ്പലങ്ങൾ ഇതുപോലത്തെ. ഇതിൻ്റെ ഉൾഭാഗമൊന്നും എടുക്കാൻ, അങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും അലൗഡല്ല. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഭാഗങ്ങളൊക്കെ എടുക്കാൻ കുഴപ്പമില്ല, ഇങ്ങനെ ഗോപുരമൊക്കെ. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ എടുക്കാൻ കുഴപ്പമില്ല വീഡിയോയിൽ. നല്ല വെയിലുള്ള സമയത്താണ് നമ്മളിപ്പം വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഭാഗത്ത് ഒരു സ്വല്പം പോലും ചൂടില്ല എന്നുള്ളതാണ് ഈ ടൈലിൽ. അതെനിക്ക് തോന്നുന്നു ഈ ടൈലിൻ്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ഭക്ഷണം വെച്ച് വരുമ്പോഴുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇവിടെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠയുണ്ട്, കൃഷ്ണനുണ്ട്, ശിവൻ, അതുപോലെ വിഷ്ണു. ഈ ക്ഷേത്രത്തിൽ എല്ലാവർക്കും പ്രവേശനമുണ്ട്. ഫോറിനേഴ്സായിട്ടാണേലും ഏത് രാജ്യക്കാർക്കും വരാം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു വിഭാഗത്തിനെന്ന് പറഞ്ഞൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല, ആർക്കും വരാം. ഈ ഭാഗത്തു നിന്നാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ വ്യൂ. ഇതാ ഒരു കുട കൊണ്ടുവന്നുകൊണ്ടുള്ള പ്രശ്നമായിരുന്നു. അത് തിരിച്ചുകൊണ്ട് വെച്ചിട്ട് ഇതാ വരുന്നുണ്ട് സന്ധ്യയും ജയനും. ദർശനം കഴിഞ്ഞ് വരുമ്പോഴോട്ട് വരുന്നൊരു ഹോളായത്. സ്വാമി വരുന്നുണ്ട്. സ്വാമിമാരൊക്കെ താമസിക്കുന്ന ഈ ഭാഗത്താണെന്ന് തോന്നുന്നു. അതാ ഒരു സ്വാമി ഇവിടെ നടന്നു വരുന്നുണ്ട്. ഇതുപോലെ പൂളാണ്, മുഴുവൻ വെള്ളം നിറച്ച പൂള്. കയറി അപ്പോൾ ഫോട്ടോ അവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമായിരിക്കും. അതുപോലെ എല്ലാ ബാപ്സിൻ്റെ ടെമ്പിളിൽ ചെന്നാലും കാണുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ് ഈ ഗിഫ്റ്റ് ഷോപ്പ്. 35, 40, 50, 60 ദിറമൊക്കെ വെച്ചിട്ട് വിലയിലാണ് ഓരോ ഗിഫ്റ്റും. ഇതാ ഇങ്ങനത്തെ ഒരു ഇതിന് 225 ദിറം ആ ഒരു പ്രതിമയ്ക്ക്. നൈസാണ്. ഇതുപോലത്തെ ചെറിയ ചെറിയ ആനയുടെ ഷേപ്പ്, ആനയും അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഡിസൈനബിൾ ഗിഫ്റ്റ് ഐറ്റംസ് ആണ് വെച്ചിരിക്കുന്നത്. ഷോപ്പിൽ നിന്ന് ഇറങ്ങി
ഇതാണ് ഗിഫ്റ്റ് ഷോപ്പ്. വിസിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അകത്തോട്ട് കയറി വന്നു കഴിഞ്ഞാൽ വിശാലമായ ഫുഡ് കോർട്ട് കിട്ടും. ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട് അമ്പലത്തിനുള്ളിൽ. നമുക്കിവിടെ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കഴിക്കാം. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യുന്ന ഇവിടാണ്. അത് കഴിഞ്ഞ് സന്ധ്യയുടെ കുട തിരിച്ചു വെക്കാൻ വേണ്ടി വന്നിട്ട് കുട വെച്ച് തിരിച്ച് അപ്പോൾ സെക്യൂരിറ്റി അവിടുന്ന് ഒന്ന് വണ്ടി എടുത്തോ അങ്ങേ അറ്റത്ത് കൊണ്ടിടാമെന്ന് പറഞ്ഞപ്പോൾ സന്ധ്യ വണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ആ സെക്യൂരിറ്റി മാറിപ്പോയത്രേ. അപ്പം പുതിയ സെക്യൂരിറ്റി അത് സമ്മതിച്ചില്ല. അവസാനം എവിടെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് ഈ മണ്ണിട്ട പാർക്കിങ്ങിൽ പുള്ളിക്കാരി കൊണ്ട് ഈ വണ്ടി ഇട്ടിട്ട് തിരിച്ച് അമ്പലത്തിലോട്ട് വന്നു. ആ ഒരൊറ്റ കുട കാരണം നമ്മൾ ഈ അമ്പലത്തിൽ ഏതാണ്ട് 3 മണിക്കൂറോളം ചിലവിട്ടു. കാര്യം ആ കുട കൊണ്ട് തിരികെ വെക്കാനും ഈ വണ്ടിയുടെ പ്രശ്നം വന്നതും പിന്നെ ഈ ഹൈവേ ഒക്കെ കറങ്ങി അടിച്ച് ഇറങ്ങി എവിടെയൊക്കെയോ സന്ധ്യ കറങ്ങി യൂ ടേൺ ഒക്കെ എടുത്താണ് ഇവിടെ കൊണ്ട് വണ്ടി ഇട്ടത്. അതാണ് ഒരു കുട എടുത്താലുള്ള നമുക്ക് 8ൻ്റെ പണി കിട്ടുക എന്ന് പറയുന്നത്. എന്തായാലും ആ കാരണം കൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലായി. എത്ര വെയിലുണ്ടെങ്കിലും ബാബ്സ് ടെമ്പിളിൽ അബുദാബിയിൽ വരുന്നവർ ഓർക്കുക, നമ്മുടെ സ്വന്തം പ്രൈവറ്റ് കുട എടുത്തുകൊണ്ട് ഒരു സാധനം എടുത്തുകൊണ്ട് അമ്പലത്തിന് അങ്ങോട്ട് കയറി ചെല്ലരുത്. സെക്യൂരിറ്റി അതെല്ലാം തിരിച്ചു കൊണ്ടുവെക്കാൻ പറയും. അവിടെ ലോക്കർ പോലും ഇല്ല. അങ്ങനെ നമ്മൾ ടെമ്പിൾ വിസിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇതാ തിരികെ പോവാണ് ലഞ്ച് കഴിക്കാൻ. ഒരു ഡെയർ ഫീൽഡ്സ് എന്നൊരു മോളും ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡും ഉണ്ട്. വലിയൊരു മോള് അൽ ബഹിയ എന്ന് പറഞ്ഞൊരു റീജിയനിൽ കൂടെ പോകുന്നത്. അങ്ങനെ ഇത്രയും ഭാഗത്ത് മാത്രം കടലെന്ന് മനസ്സിലാകുന്നില്ല. ഈ ഭാഗത്ത് മുഴുവൻ നമുക്ക് വെട്ടി വെട്ടി കീറി ഉള്ളിലോട്ടൊക്കെ കൊണ്ടുപോകാൻ തോന്നുന്നു. നോക്കി ഐക്യ അബുദാബിയിലെ ഈ ഭാഗങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാണ് സീ വേൾഡ്. ഇതാണ് സീ വേൾഡ്. സീ വേൾഡ് സംഭവമാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഇതാണ് ഫെറാറി വേൾഡ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഫെറാറി വേൾഡ്. മറ്റേ സീ വേൾഡോ ആ സംഭവത്തിൻ്റെ പാർക്കിംഗ് ഏരിയ ആണിത്. നമ്മൾ കയറുന്നില്ല. തൊട്ടടുത്ത് ഐക്യുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് ഫെറാറി വേൾഡും മറ്റേ സീ വേൾഡും. അത് രണ്ടും കാണാൻ ഇഷ്ടം പോലെ ഫോറിനേഴ്സ് വരുന്നതാണ്. पूरा नहीं किया जा सकता है क्योंकि वाईफाई कॉलिंग. ഇത് വാർണർ ബ്രോസ് ആണ്. വാർണർ ബ്രോസ് കംപ്ലീറ്റ് ഇതൊരു എന്റർടൈൻമെന്റ് സിറ്റി പോലെയാണ് പടുത്തുയർത്തിയിരിക്കുന്നത്. യാസ് ഐലൻഡിൽ യാസ് ഐലൻഡിന്റെ ഭാഗമൊക്കെ കറങ്ങി അങ്ങനെ നേരെ ഹൈവേയിലോട്ട് കയറി. ആ ഭാഗമാണിത്. ഹൈവേയിലെ റോഡുകളൊക്കെ എത്ര മനോഹരമായിട്ടാണ് അവർ സെറ്റാക്കിയിട്ടിരിക്കുന്നത്. ഇവിടെ 100 കിലോമീറ്ററാണ് സ്പീഡ് ലിമിറ്റ്. അത് കറക്റ്റായിട്ട് ഇവിടെ തറയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മറിയ ഐലൻഡ്. ഫുഡ് കഴിച്ചിട്ട് എന്താ പറയാ അമ്പലം കഴിഞ്ഞ് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദുബൈക്ക് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് ഗ്രാൻഡ് മോസ്കും കണ്ടങ്ങനെ ഇറങ്ങും. ഹമദാൻ ബിൻ മുഹമ്മദ് സ്ട്രീറ്റിലാണ്. നമ്മളിപ്പോൾ സിറ്റിക്കുള്ളിലാണ്. ബസ്സുകളാണ്, സിറ്റി ബസ്സുകൾ. നമ്മൾ ടെമ്പിൾ വിസിറ്റ് എല്ലാം കഴിഞ്ഞ് കുറേ കറങ്ങി അവസാനം നമ്മളിപ്പം ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്നത് കാലിക്കട്ടിൽ
നോട്ട്ബുക്ക് എന്നു പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ്. നമ്മളങ്ങനെ അബുദാബി സിറ്റിക്കുള്ളിൽ കൂടെ ഇങ്ങനെ കറങ്ങുവാണ്. മെദിനാത്ത് ഷോപ്പിംഗ് മോൾ. ഇതൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡാണ്. നമ്മളങ്ങനെ നമ്മുടെ ലൊക്കേഷനിലെത്തി. ഉള്ളിൽ കയറി. ഇവിടെ ഒരു ലുലു ഉണ്ട്, മലബാർ ഗോൾഡ് ഉണ്ട്, കല്യാൺ ജുവലേഴ്സ് ഉണ്ട്, അപ്പുറം ജോയാലിക്കാസ് ഉണ്ട്. പഴയ ഒരു സൂക്ക് പോലെ തോന്നുന്നത്. ഇത് ലുലുക്കാരുടെ ബിൽഡിംഗ് ആണെന്നാണ് തോന്നുന്നത്. കാര്യം അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ലുലുവും ഫസ്റ്റ് ഫ്ലോറിൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറൊക്കെ ആയിട്ട് കൊച്ചിയിലെ പോലെ തന്നെ ഒരു സെറ്റപ്പാണ്. പക്ഷെ വളരെ പഴയ ഒരു പ്രോപ്പർട്ടി പോലെ തോന്നി. മെദീനാത്ത് സയ്യിദ് കാലിക്കറ്റ് നോട്ട്ബുക്കിലാണ്. പക്ഷേ ഇവിടുത്തെ പ്രളയമാണ്, തിരക്കാണ് ഭയങ്കരം. 500 റെസ്റ്റോറൻറ്റ് കണ്ടു, അവിടെയും ഭയങ്കര ക്യൂവാണ് അകത്തോട്ട് കയറാൻ. അപ്പം മൊത്തത്തിലെ തിരക്കാണ്. ടിക്കറ്റ് ലൈവിൽ കയറുന്ന 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. നമ്മളിവിടെ ഫുഡ് കോർട്ടിൽ ജസ്റ്റ് വന്നിരിക്കുക. കാലിക്കറ്റ് നോട്ട്ബുക്കിൻ്റെ ഉൾഭാഗം. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ വന്നതിൻ്റെ ഫോട്ടോസൊക്കെ അവർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ രാഷ്ട്രീയക്കാരും സിനിമാ നടന്മാരും ഒക്കെ വന്നതിൻ്റെ ഫോട്ടോസാണ്. ഒരു സാധാരണ റെസ്റ്റോറൻറ്റ്, അതിൽ കവിഞ്ഞ് നമുക്കൊന്നും പറയാനില്ല. ഇത് നമ്മുടെ ലഞ്ചെല്ലാം കഴിഞ്ഞ് നമ്മളിനി ഇവിടുന്ന് ഇറങ്ങുവാണ്. കാലിക്കറ്റ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു റെക്കമെൻഡഡ് ചെയ്ത് അങ്ങനെ വന്നതാണ് ഈ റെസ്റ്റോറൻറ്റിൽ. പക്ഷേ അതനുസരിച്ചിട്ടുള്ള ഒരു ഫുഡ് ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ, രുചിയുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. എന്തായാലും നമുക്ക് ഇനി കാണാം അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും ബൈ ബൈ.